വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. എന്താണ് സെർവിക്കൽ ക്യാൻസർ? എന്തുകൊണ്ടാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത്? ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് സിംറ്റംസ്? നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ ലേഖ KL, സീനിയർ കൺസൾട്ടന്റ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ. ക്യാൻസർ ചികിത്സയിൽ നാം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പല ക്യാൻസേഴ്സിൻ്റെയും കാര്യത്തിൽ ഒരു പ്രിവെൻഷൻ, അതായത് പ്രതിരോധം സാധ്യമല്ല. എന്നാൽ ചില ക്യാൻസേഴ്സിൽ നമുക്ക് പ്രതിരോധം സാധ്യമാണ്. അത്തരമൊരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള അഗ്രഭാഗമാണ് സെർവിക്സ് അഥവാ ഗർഭാശയമുഖം. ഈ ഗർഭാശയമുഖത്തിനെ ബാധിക്കുന്ന ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ. 95% കേസസിലും സെർവൈക്കൽ ക്യാൻസർ HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളൊരു വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ഈ വൈറസ് വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. മിക്കപ്പോഴും അത് ഒരു പ്രശ്നമില്ലാതെ പോകാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അത് കാലക്രമേണ സെർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. സെർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രീ ക്യാൻസർ സ്റ്റേജ്, ക്യാൻസറിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വളരെ ഒരു ലോങ് പീരിയഡ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ടെസ്റ്റ്, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനെയാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ പാപ്സ്മിയർ ടെസ്റ്റിലൂടെ ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാനും അതുവഴി ക്യാൻസറിൽ എത്തുന്നതിന് മുന്നേ തന്നെ ചികിത്സിക്കാനും പറ്റാറുണ്ട്. സെർവൈക്കൽ ക്യാൻസറിന് ആദ്യഘട്ടങ്ങളിൽ വലിയ സിംറ്റംസ് ഒന്നും കാണാറില്ല. എന്നാൽ ചിലപ്പോൾ അബ്നോർമൽ ബ്ലീഡിംഗ് കാണാറുണ്ട്. പ്രധാനമായും ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ്, സാധാരണയുള്ള 2 മെൻസസിന് ഇടയ്ക്കുള്ളൊരു ബ്ലീഡിംഗ്, പിന്നെ ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിംഗ്, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ്, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ്, മെൻസസ് നിന്നതിന് ശേഷമുള്ള ബ്ലീഡിംഗ്, പിന്നെ ഒരു അബ്നോർമൽ ഡിസ്ചാർജ്, നോർമൽ അല്ലാത്ത വജൈനൽ ഡിസ്ചാർജ്. ഇതൊക്കെയാണ് സാധാരണ അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പ്രീ ക്യാൻസർ സ്റ്റേജിൽ സാധാരണ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാറില്ല. ഈ സമയം നമ്മളൊരു സ്ക്രീനിങ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ, പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രീനിങ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അതിനാണ് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് അഥവാ പാപ്സ്മിയർ സ്ക്രീനിങ് പ്രോഗ്രാം ഉള്ളത്. ഇത് 21 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഓരോ 3 വർഷത്തിലൊരിക്കലും ചെയ്തു നോക്കേണ്ടതാണ്. 21 മുതൽ 65 വയസ്സിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു HPV DNA ടെസ്റ്റും ഈ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. നോർമലായ ഒരു പാപ്സ്മിയർ ആണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. HPV DNA കൂടെ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 5 വർഷത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്താൽ മതിയാകും. അടുത്ത ഒരു പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ വാക്സിനേഷൻ. ഈ വാക്സിൻ HPV വൈറസിനെതിരെയുള്ള വാക്സിനേഷനാണ്. HPV വാക്സിനേഷൻ കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. 11-12 വയസ്സിന് അകത്തുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. 25-26 വയസ്സ് വരെ ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എടുത്തിട്ടില്ലെങ്കിൽ 45 വയസ്സ് വരെ ഉള്ളവർക്കും എടുക്കാവുന്നതാണ്. 2 ഡോസ് വാക്സിനേഷൻ ആദ്യം എടുത്തതിന് ശേഷം 18 വയസ്സിന് താഴെയുള്ളവരിൽ 2 ഡോസ് വാക്സിനേഷൻ, 6 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. 18 വയസ്സിന് ശേഷമുള്ളവർക്ക് 3 ഡോസ് വാക്സിനേഷൻ കൊടുക്കേണ്ടതാണ്. അടുത്തത് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ക്യാൻസറിന് ഒരു കാരണമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സ്മോക്കിംഗ് പാടില്ല.